തിരുവനന്തപുരം മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിൻ്റേത് കള്ളവോട്ട് എന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പരാതിക്കാരൻ ധനേഷ് കുമാർ 24നോട്. വൈഷ്ണവ് സുരേഷും കുടുംബവും മുട്ടടയിൽ താമസിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗിൽ തന്റെ ഭാഗം വിശദീകരിക്കുമെന്നും CPM മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാർ 24നോട് പറഞ്ഞു. ഈ പരാതി നൽകിയ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് 24നൊപ്പം ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുടെ ഒരു പരാമർശം വന്നത് കേട്ടല്ലോ. അപ്പോൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിയറിംഗിൽ ഹാജരാകുന്നുണ്ടോ? ഹാജരാകും. എനിക്ക് പറയാനുള്ളത് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ പറയും. ഈ വൈഷ്ണവ് പറയുന്നത് ഇവരുടെ പേര് മനഃപൂർവ്വം ഒഴിവാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പരാതിയാണ്, വ്യാജ പരാതി എന്നൊക്കെയാണ് പറയുന്നത്. ഇല്ല, മനഃപൂർവ്വം ഉണ്ടാക്കിയ പരാതിയല്ല ഇത്. ഈ വൈഷ്ണവേരെ മാത്രമല്ല, ആ ബൂത്തിൽ മുട്ടട വാർഡിൽ താമസമില്ലാത്ത 6ഓളം പേര്, 15 പേരുടെ പേര് നേരത്തെ കൊടുത്തിരുന്നു. ഇപ്പം കൊടുത്ത് ഈ പേര് ചേർക്കാനും ഒഴിവാക്കാനും ഉള്ള സമയത്ത് 5 പേരുടെ പേരാണ് കൊടുത്തത്. 5 അല്ല 6 പേരുടെ പേര് കൊടുത്തു. ഒന്ന് രാജേന്ദ്രൻ, മേലെ മണക്കാട് താമസിക്കുന്ന രാജേന്ദ്രൻ, വട്ടൂർക്കാവിലെ സ്ഥിരതാമസം. ഒരു പത്മകുമാരി, അശോകൻ, ഭാര്യയും ഭർത്താവ്, ഒരു കുടപ്പനക്കുന്നിൽ വർഷങ്ങളായിട്ട് താമസം. ഇവിടെ വൈഷ്ണവി, സുരേഷ്, ലളിതാംബിക, ഇവർ 3 പേരും. ഈ ഇത്രയും പേരുടെ പേരിൽ ഇവരിവിടെ താമസക്കാരല്ലെന്ന് പറഞ്ഞ് തന്നെയാണ് അപേക്ഷ കൊടുത്തത്. അതായത് ഡിവിഷനിൽ സ്ഥിരതാമസക്കാരല്ലാത്ത പേരുകൾ നേരത്തെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയതാണ്. അതെ, നേരത്തെയും കൊടുത്ത് ഇപ്പോൾ അവസാനം വന്ന സമയത്ത് വീണ്ടും അപേക്ഷ കൊടുത്തതാണ്. അത് ഇപ്പോഴാണ് ഒഴിവാക്കിയത്. ഇപ്പോഴാണ് ഹിയറിംഗ് നടത്തി ഒഴിവാക്കിയത്. പക്ഷേ അവരുടെ കുടുംബ വീട് ഇവിടെയാണ്. ഇവിടെ വോട്ട് ചേർക്കുന്നതിന് എന്താണ് പ്രയാസം? എന്താണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്? അല്ല, കുടുംബ വീടില്ല, സ്വന്തം വീട് വിറ്റിട്ട് പോയി. 3/18/2559/3 എന്നുള്ളതാണ് സുരേഷ് എന്ന് പറയുന്ന സ്വന്തം അച്ഛൻ്റെ പേരിലുള്ള വീട്. 7 വർഷത്തിന് മുമ്പേ ആ വീട് വിറ്റിട്ട് പോയി. 7 വർഷമായിട്ട് അമ്പലമുക്കിലാണ് താമസിക്കുന്നത്. അവിടെ ചേർക്കായിരുന്നു. ഒരു മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് 101 വാർഡിൽ വോട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ചേർക്കാം. അത് സ്ഥാനാർത്ഥി ആവണേന് ഞങ്ങളാരും എതിർത്തിട്ടില്ല. ആ കുട്ടിയെ അപമാനപ്പെടുത്തുന്നതിനുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല. അവർക്ക് എവിടെ വോട്ട് ചേർത്താലും അവർക്ക് സ്ഥാനാർത്ഥി ആവാമായിരുന്നു. അപ്പോൾ നേരത്തെ ഇതെങ്ങനെയാണ് ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ഈ കുട്ടിയുടെ പേര് വന്നത്? അത് പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വോട്ടർ പട്ടികയാണ്. അതിലും ഈ ഇലക്ഷൻ്റെ അവസാന സമയത്താണല്ലോ കൂടെ. അത് മറ്റേ BLOമാരാണ് ഇത് ചേർക്കുകയും ഇതൊക്കെ ചെയ്യുന്നത്. അതും ഇത് തന്നെയാണ്. ഇവിടെ താമസമില്ലാത്ത ആൾ ആ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത്. അതിനെ BLO ആണ് എതിർക്കേണ്ട. ഏത് BLO ആണെന്ന് നമുക്കറിയില്ല. ആ BLO എന്തെങ്കിലും ചെയ്തതായിരിക്കും. അതിൽ ഇലക്ഷൻ്റെ അവസാനം ഇറങ്ങിയ വോട്ടിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പരാതി കൊടുക്കാനോ ഒന്നിനുള്ള അവസരം കിട്ടിയില്ല. പക്ഷേ വേറൊരു ഡിവിഷനിലും ഈ പറഞ്ഞ വൈഷ്ണവ് സുരേഷിന്റെ പേരിൽ അവിടെ ചേർത്തിട്ടില്ല. അല്ലെ, ഒരു കോൺഗ്രസ് പ്രവർത്തകയാണെങ്കിൽ സ്വന്തം സ്ഥലത്ത് ചേർക്കണ്ടേ? സ്വന്തം സ്ഥലത്ത് ചേർക്കണം. അച്ഛനും അമ്മയും എല്ലാം അവിടെയാണെങ്കിൽ അവിടെ ചേർക്കണം. ആർക്ക് എവിടെ വേണം? വാടക ചീട്ടുണ്ടെങ്കിൽ, ഒറ്റി വാങ്ങിച്ച ചീട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവിടെ അവർക്ക് ചേർക്കാമായിരുന്നല്ലോ. അത് ചേർത്തില്ല. ചേർക്കാത്ത ഞങ്ങൾ കുഴപ്പമില്ല. വാടക വീട് മാറിയിട്ടാണ് സ്വന്തം വീട് വെച്ചത്. സ്വന്തം വീട് വിറ്റതിന് ശേഷമാണ് അമ്പലമുക്കി പോയത്. അമ്പലമുക്കി പോയതിനു ശേഷമാണ് ഇപ്പം വന്ന് വീണ്ടും പഴയ വാടക വീടെന്നും പറഞ്ഞ് വാടക വീട്ടിൽ ഇപ്പോൾ വാടകക്കാരുണ്ട്. വൈഷ്ണവും കോൺഗ്രസും ഒക്കെ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല, ഇതിലൊരു രാഷ്ട്രീയമില്ല. ആ കുട്ടിയെ പറ്റി ഇന്നുവരെ എൻ്റെ വീട് പോലും അറിഞ്ഞൂടാ. എൻ്റെ വീട് അറിഞ്ഞൂടാതെയാണ് എൻ്റെ വീടിൻ്റെ നമ്പരും കള്ളവോട്ട് ചേർന്നതൊക്കെ പറഞ്ഞത്. എൻ്റെ വീട് പോലും ആ കുട്ടിക്ക് അറിഞ്ഞൂടാ. ആ കുട്ടി ജനിക്കും മുമ്പേ ചേർത്ത വോട്ടുകളാണ് എൻ്റെ വീട് ഉൾപ്പെടെ കിടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അറിയുന്നതിന് മുമ്പ് വൈഷ്ണയുടെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ താങ്കൾ ഈ പരാതി കൊടുത്തിരുന്നു. അത്തരത്തിൽ ആ പരാതിയുമായി ധനേഷ് ഉറച്ചു നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അത് ഈ സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് തന്നെ ആ പരാതി നൽകിയതാണ്. ആ പരാതിൻ്റെ മേലുള്ള തുടർ നടപടിയാണ് കമ്മീഷൻ സ്വീകരിച്ചത്. അത് തന്നെയായിരിക്കും താൻ വ്യക്തമാക്കാൻ പോവുക എന്നാണ് ധനേഷ് ഇപ്പോൾ 24നോട് വ്യക്തമാക്കിയത്. അഭിലാഷ് തൊഴിൽക്കോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.